ഹലോ മൈ സൂപ്പർ ലേഡീസ്, വെൽക്കം ബാക്ക് ടു സോയ് സ്റ്റഡി വ്ളോഗ്. നമ്മൾ രാവിലെ നേരത്തെ എഴുന്നേറ്റ് ആദ്യം തന്നെ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കുട്ടികളുടെ യൂണിഫോം ഒക്കെ അയൺ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ അതെല്ലാം ചെയ്ത് വെച്ചു. അതിനുശേഷം പിന്നെ നമ്മൾ ചെയ്യുന്നത് ഇന്ന് പുട്ടാണ് കേട്ടോ. അപ്പം രാവിലെ പുട്ടിൻ്റെ പൊടിയൊക്കെ കുഴച്ച് വെച്ചു. പിന്നെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് അത് കുഴച്ച് വെച്ചത് എന്തായാലും കുറച്ച് സമയം എടുക്കുമല്ലോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇത്ര നേരത്തെ ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല, പിന്നെ കുഴച്ച് വെച്ചതാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ നേരെ ചെയ്തിട്ടുണ്ടായിരുന്നത് ക്ലീനിങ് ആയിരുന്നു കേട്ടോ. ക്ലീനിങ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് ഇന്ന് രാവിലെ തന്നെ ഏർലി മോർണിംഗ് ഇങ്ങനെ ക്ലീനിങ് ഒക്കെ ആയിരുന്നു. പിന്നെ വാഷിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് സെറ്റാക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കാരണമുണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മൾ ഒരു സ്ഥലം വരെ പോകാനുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പോയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പിന്നീട് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതെന്താണെന്ന് വെച്ചാൽ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പം അതിന് വേണ്ടിയിട്ട് പോയതാണ്. അപ്പം നമുക്ക് ജോലിയൊക്കെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ അഡ്വർടൈസിങ് കമ്പനിയിൽ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഓപ്പറേഷൻ മാനേജറായിട്ട് നമുക്ക് ജോലി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇന്ന് രാവിലെ തന്നെ എഴുന്നേറ്റിട്ട് എല്ലാ സംഭവങ്ങളും ഒരുമിച്ച് ചെയ്യുന്നത്. അപ്പോൾ പുതിയ ബാഗൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ആവശ്യമുള്ളത് ഫസ്റ്റ് ഡേ ആണ്. അത് ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് കുറേ ദിവസമായി. പക്ഷേ എനിക്ക് സമയം കിട്ടാത്തത് കാരണമാണ്, എഡിറ്റ് ചെയ്യാൻ വൈകിയത് കാരണമാണ് ഞാൻ അപ്ലോഡ് ചെയ്യാനൊക്കെ ലേറ്റ് ആയത് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ബാഗൊക്കെ സെറ്റ് ചെയ്യുകയാണ് ഇന്ന് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ ഫയല്, പിന്നെ അതുപോലെ തന്നെ പെന്ന്, നോട്ട് പാഡ്, അങ്ങനത്തെ നമുക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളെല്ലാം ഞാൻ എടുത്തിട്ട് ബാഗിലോട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എൻ്റെ ബുക്സ് എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ലഞ്ച് ബ്രേക്കോ ഒഴിവുള്ള സമയങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അറിഞ്ഞുകൂടാ എങ്ങനെയാണ് ഷെഡ്യൂളൊക്കെ എങ്ങനെയാണ് എന്താണെന്നൊന്നും. ഫസ്റ്റ് ഡേ ആണ്. പക്ഷേ ഞാൻ എൻ്റെ SCRT ബുക്കും അതുപോലെ തന്നെ നമ്മുടെ ആസ്ഥ അക്കാഡമിയുടെ സ്മാർട്ട് ഫയലും കൂടെ വെച്ചിട്ടുണ്ട്. സമയത്തിനനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അത് പഠിക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പം അഡ്വാൻസ് ആയിട്ട് വെച്ചതാണ്. നോക്കട്ടെ അവിടെ ചെന്നിട്ട് എന്താണ് സീനെന്നൊക്കെ, അതിനനുസരിച്ച് നമുക്ക് പഠിക്കാം. കാരണം ഇനിയിപ്പോൾ നമ്മൾ രാവിലെ ടു വൈകുന്നേരം വരെ കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ഇനി എന്താവും അവസ്ഥ എന്ന് അറിഞ്ഞുകൂടാ. ഓക്കെ, അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കി ഇത് എല്ലാവരുടെയും ടിഫിനൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മക്കളും ഞാനും കൂടെ ഒരുമിച്ചാണ് ഇറങ്ങുന്നത്. കാരണം എനിക്ക് 10 മണിക്ക് അവിടെ എത്തണം. അപ്പോൾ കുട്ടികൾ 9:20 ഇറങ്ങും. അതേ സമയത്ത് തന്നെ അവരിറങ്ങുന്നതിൻ്റെ കൂടെ തന്നെ ഞാനും ഇറങ്ങിയാലേ എനിക്ക് കറക്റ്റ് ടൈമിൽ അവിടെ എത്താൻ പറ്റും. നമുക്ക് ഇവിടെ കോഴിക്കോട് ടൗണിലാണ് നമ്മുടെ ഓഫീസുള്ളത് കേട്ടോ. അപ്പം കുട്ടികളുടെ ടിഫിനും എൻ്റെ ടിഫിനെല്ലാം റെഡിയാക്കി വെച്ചു. അതിനുശേഷം നമ്മൾ ഭക്ഷണം കഴിക്കുകയാണ്. അപ്പം പാത്തുമ്മക്ക് എപ്പോഴും വായലിട്ടുകൊണ്ടിരിക്കണം. അതൊക്കെ ഒറ്റയ്ക്ക് കഴിക്കും, പക്ഷെ അവൾക്ക് എപ്പോഴും വായലിട്ട് കൊടുക്കണം. കാരണം ഒരു വസ്തു മര്യാദയ്ക്ക് കഴിക്കില്ല എന്ന് പറയില്ലേ, അതേ അവസ്ഥയാണ് പാത്തുമ്മേൻ്റെത്. അപ്പോൾ അവൾക്ക് വായിലിട്ട് കൊടുത്താൽ തന്നെ എന്തെങ്കിലുമൊക്കെ കഴിക്കത്തുള്ളൂ. അപ്പോൾ അതേ നമ്മൾ പോവുകയാണ്. അപ്പോൾ അതിനിടയ്ക്ക് തുജാൻ നേരത്തെ പോയിട്ടുണ്ട്. അവൾക്ക് USSൻ്റെ ക്ലാസ് രാവിലെയാണ്. അപ്പം 8 മണി ആകുമ്പോൾ അവൾ പോകും. അപ്പോൾ ഞാൻ അവളെ ആക്കി കൊടുക്കും. അത് കഴിഞ്ഞ് ഞാനും കുട്ടികളും കൂടെ ഇറങ്ങി. അപ്പോൾ ഞാൻ വണ്ടി ഇപ്പം എൻ്റെ ഷോപ്പിൽ വെച്ചു. കാരണം നമുക്ക് ലൈസൻസ് ഇല്ല, അതുകൊണ്ട് പിന്നെ ഇവിടേക്ക് വരാൻ പറ്റില്ല വണ്ടി എടുത്തുകൊണ്ട്. അപ്പോൾ ഞാനതിപ്പോൾ എൻ്റെ ഷോപ്പിൽ വെച്ചു. എന്നിട്ട് ഞാൻ വേഗം ബസ് കയറിയിട്ട് ഇങ്ങ് വന്നു. പിന്നെ നമ്മൾ അവിടുത്തെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എനിക്ക് ഒരു ഒഴിവ് പീരീഡ് കിട്ടിയപ്പോൾ ഒഴിവ് പീരീഡ് എന്നൊക്കെയാണ് പറയുന്നത്, ഓക്കെ രണ്ടൊന്നും തന്നെ ഒഴിവ് സമയം കിട്ടിയപ്പോൾ ഞാൻ മാത്സ് ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം SCRTയുടെ മാത്സ് ചെയ്യുകയാണ്. ഇതൊരു പഴയ നോട്ടാണ്. കാരണം നമുക്ക് ഓരോ നോട്ടായിട്ട് എടുത്തുകൊണ്ട് വരാനൊന്നും പറ്റത്തില്ലല്ലോ. അപ്പോൾ പിന്നെ ഞാൻ ഒരു പഴയൊരു നോട്ട് എടുത്തു. മാത്സ് ചെയ്യാനുള്ളതുകൊണ്ട് പഴയൊരു നോട്ട് എടുത്തതാണ്, ചെയ്ത് പഠിക്കാനല്ലേ ഉള്ളൂ എന്ന് കരുതിയിട്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞു. ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞതിന് ശേഷം ഞാനിത് വീണ്ടും ഓഫീസിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ വർക്ക് സ്പേസ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു 5 പേരും കൂടെ ഉണ്ട്. അവരൊക്കെ ഫുഡ് കഴിച്ചതിന് ശേഷം പുറത്തേക്കൊക്കെ പോയി. ഞാൻ പോയില്ല, കാരണം നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യാനില്ലാത്തതുകൊണ്ട്. അപ്പം അത് കഴിഞ്ഞ് എനിക്ക് കുറച്ചുകൂടെ വർക്ക് ഉണ്ടായിരുന്നു. ഞാൻ ആ വർക്ക്സൊക്കെ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ എനിക്ക് എൻ്റെ വർക്ക് എന്ന് പറയുന്നത് മെയിനായിട്ട് ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്താ പറയുക, എല്ലാം ചെക്ക് ചെയ്യുക, ഓക്കെ ആണോ നോക്കുക, പ്രൊസീഡ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ ഇത് നമ്മുടെ ഇപ്പം മെയിനായിട്ട് നമ്മളിവിടെ ചെയ്യുന്നതെന്ന് പറയുന്നത് അഡ്വർടൈസിങ്ങും അതുപോലെ തന്നെ നമ്മുടെ പൊളിറ്റീഷ്യൻസിൻ്റെ FB പേജ്, ഇൻസ്റ്റാ പേജൊക്കെ എന്ത് ചെയ്യുക, ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതൊക്കെയാണ്. അപ്പം നമ്മുടെ ബാലുശ്ശേരി MLAയുടെ PA ആണ് കേട്ടോ. അവരുടെ
കഴിഞ്ഞ പ്രോഗ്രാമിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അയച്ചതാണ്. അപ്പോൾ അതൊക്കെ നമുക്കത് കോർഡിനേറ്റ് ചെയ്തിട്ടും FBയിൽ കണ്ടൻറ്റൊക്കെ ഉണ്ടാക്കി പോസ്റ്റൊക്കെ ചെയ്യാനുള്ളതാണ്. അപ്പം അത്തരത്തിലുള്ള പരിപാടികളൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ ബ്രാൻഡിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ആ ഒരു കാര്യം കൂടെ കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ SCERT ബുക്ക് എടുത്തിട്ട് ദേ വെച്ചിട്ടുണ്ട്. നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. എനിക്ക് കാര്യമായിട്ട് അങ്ങനെ എന്താ പറയുക, മോർണിംഗ് ടു ഈവനിങ് ഫുൾ ടൈം ജോബ് എന്നൊന്നും പറയാനില്ല. അഡ്മിനിസ്ട്രേഷനിലായതുകൊണ്ട് തന്നെ എനിക്ക് അവർ ചെയ്യുന്ന കാര്യങ്ങൾ അവർക്ക് ഞാൻ അസൈൻ ചെയ്ത് കൊടുക്കുക, ഡിവൈഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതും, അതുപോലെ തന്നെ അത് കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്യുക, അതുമായിട്ട് ക്ലയൻറ്റുമായിട്ടും മറ്റുള്ളവരായിട്ട് ഡീൽ ചെയ്യുക, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണുള്ളത്. അതുകൊണ്ട് മോർണിംഗ് ടു ഈവനിങ്സ് 10 to 6 ആണ് ടൈം എന്ന് പറയുന്നത്. പക്ഷേ ഫുൾ ടൈം എനിക്ക് വർക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളെപ്പോഴും അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്തുകൊണ്ട് എല്ലാം ഫോളോ അപ്പ് ചെയ്യേണ്ട കാര്യമുള്ളൂ. എന്നാലും കുറച്ച് എന്താ പറയുക, കുറച്ച് തുടക്കത്തിൻ്റെ സമയം ആയതുകൊണ്ട് വലിയ പരിചയമൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എന്നാലും നോക്കാം. അപ്പോൾ നമ്മൾ 6 മണി ആയപ്പം ഞാൻ ഇറങ്ങി ഓഫീസിൽ നിന്ന്. അത് കഴിഞ്ഞ് വീട്ടിലെത്തി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ക്ഷീണവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ പോയി ഫുഡൊക്കെ കഴിച്ച് കുട്ടികൾ വീട്ടിലാണ് ഉണ്ടാവുക. അവരെ കൂട്ടി കൊണ്ടുവന്നു. അതിന് ശേഷം കുറച്ച് റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം ഒരു 1 hour കൂടെ പഠിക്കാമെന്ന് കരുതി. എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു മനസ്സമാധാനവും ഇല്ലാത്തൊരു അവസ്ഥയാണ് കേട്ടോ. കാരണം നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചുകൊണ്ട് വന്നിടത്തുനിന്ന് ഇപ്പം അതങ്ങ് സ്റ്റോപ്പായപ്പോൾ ഉള്ളൊരു മനസ്സമാധാനക്കേടുണ്ടല്ലോ, അതാണ്. പക്ഷേ എനിക്കിപ്പോൾ ഒരു ജോബ് എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമാണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ. അതുകൊണ്ടാണ് ഒന്നും നോക്കാതെ ഞാൻ ഇൻ്റർവ്യൂവിന് പോയത്. പക്ഷേ പഠിക്കണം എന്നുള്ളത് തന്നെയാണ്. പഠനം നിർത്താനും ഒന്നും പോകണമെന്നില്ല. അത് ഇതിൻ്റെ ഇടയിലൂടെ എങ്ങനെയെങ്കിലുമൊക്കെ ടൈം കണ്ടെത്തി ചെയ്യണം എന്നുള്ളത് തന്നെയാണ്. പക്ഷേ രാത്രി ഉറക്കം കഴിഞ്ഞിരുന്ന് പഠിക്കാമെന്നൊന്നും പറയുന്നത് എന്നെക്കൊണ്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ നടക്കുന്ന കാര്യമല്ല. കാരണം നമ്മൾ ഒരു എന്താ പറയുക, ഫിസിക്കലി നമ്മൾ ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഭക്ഷണം കഴിച്ചോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ചായ കുടിച്ചൊക്കെ, എൻ്റെ ഒരു ഇതിൽ പറയുകയാണെങ്കിൽ ചായ കുടിച്ചൊക്കെ ഒന്ന് ഉഷാറാവാം. പക്ഷെ മെൻ്റലി നമുക്ക് ഒരുപാട് പ്രഷർ വരുന്ന, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ ഇങ്ങനെ മൈൻഡ് യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് കൂടുതലായിട്ട് ഇവിടെ വരുന്നത്. അതുകൊണ്ട് തന്നെ മെൻ്റലി വീക്കാവുന്ന സമയത്ത് ഒരു പക്ഷേ അത് ചായനെ കൊണ്ടോ വെള്ളത്തിനെ കൊണ്ടോ ഒന്നും ശരിയാവും തോന്നില്ല. നന്നായിട്ട് നമ്മൾ മൈൻഡിന് റെസ്റ്റ് കൊടുക്കേണ്ട അവസ്ഥ വരുമല്ലോ. ഞാനിപ്പോൾ ഇതൊക്കെ നിങ്ങൾ വിചാരിക്കും ഒരു ദിവസം പോയി വരുമ്പോഴേക്കും ഇത്രയൊക്കെ സംസാരിക്കാനായോന്ന്. സത്യം പറഞ്ഞാൽ ഒരു ദിവസമല്ല, ഒരു 1 week ഞാൻ പോക്ക് തുടങ്ങിയിട്ട്. ഇത് ഞാൻ ലേറ്റ് ആയതാണ് അപ്ലോഡ് ചെയ്യാൻ. അപ്പോൾ ഈ ഒരു 1 weekൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് കേട്ടോ ഇപ്പോൾ ഇതൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പം ഇത്രയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് നേരം റെസ്റ്റ് എടുത്തതിന് ശേഷം ഒരു 1 hour മാത്രമേ പഠിച്ചുള്ളൂ. കാരണം എന്തായാലും മാക്സിമം 11 മണി വരെയൊക്കെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഉറക്കം കഴിഞ്ഞിട്ട് ഇരിക്കാൻ പറ്റും. കാരണം രാവിലെ 4:45 എഴുന്നേൽക്കുന്നതാണ്. അപ്പം ഉറക്കം ഒഴിഞ്ഞിട്ട് പിന്നെ അവിടെ ചെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, കണ്ടൻറ് റൈറ്റിംഗ് എല്ലാം ഇൻക്ലൂഡഡ് ആണ്. അപ്പം നമുക്കത് ചിന്തിച്ച് എഴുതണം എന്നുണ്ടെങ്കിലൊക്കെ എനിക്കിഷ്ടമുള്ള കാര്യമാണ് പൊളിറ്റിക്കലി എഴുതാമെന്നൊക്കെ ഉള്ളത്. അപ്പം അതും ഇവിടെ യൂസ്ഫുള്ളാവുന്നൊരു കാര്യമാണ്. പക്ഷേ അതൊക്കെ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറക്കം ശരിക്കും വേണം. അതുകൊണ്ട് തന്നെ ഉറക്കം കഴിഞ്ഞിരുന്നിട്ട് നമുക്ക് പഠിക്കാമെന്ന് പറയുന്നത് പോസിബിൾ അല്ല ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ. നമുക്ക് എന്തെങ്കിലും കൂടുതൽ സമയങ്ങളൊക്കെ കണ്ടെത്താം എന്നുള്ളതാണ്. ഇപ്പം പിന്നെ പോയി തുടങ്ങിയിട്ടുള്ളത് കൊണ്ട് ഒന്ന് പഠിച്ചെടുക്കാനുള്ള സമയങ്ങളൊക്കെ നമുക്ക് വേണം. എന്നാലും കുഴപ്പമൊന്നുമില്ല, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. മെല്ലെ മെല്ലെ എല്ലാം ശരിയാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ നമ്മുടെ വീഡിയോസൊക്കെ അയച്ചു കൊടുക്കുക. അവരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക, അവരോട് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ പറയുക. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാൻ പറ്റും. കൂടുതൽ അടുത്തടുത്ത ദിവസങ്ങളിൽ തന്നെ വീഡിയോസ് അപ്ലോഡ് ചെയ്യണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിനിടയ്ക്കാണ് ഈ ജോബും കാര്യങ്ങളൊക്കെ വന്നിരുന്നത്. അതുകൊണ്ടാണ് വീണ്ടും ലേറ്റ് ആവാൻ കാരണം. അപ്പം മാക്സിമം ട്രൈ ചെയ്യാൻ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് മെസ്സേജ് ചെയ്യുന്നുണ്ട്, വീഡിയോ ഇടൂ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പറ്റുന്ന അത്രയും വേഗം തന്നെ വീഡിയോ ഇടാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.